പാലക്കാട് അട്ടപ്പാടിയിൽ വീടിന്റെ ചുവരിടിഞ്ഞ് കുട്ടികൾ മരിച്ച സംഭവത്തിൽ ഗുരുതര ആരോപണവുമായി കുടുംബം രംഗത്ത്. കുട്ടികളെ ആശുപത്രിയിൽ എത്തിക്കാൻ വാഹനം കിട്ടിയില്ലെന്നും ബൈക്കിലാണ് കൊണ്ടുപോയതെന്നും അമ്മ ദേവി കുറ്റപ്പെടുത്തി. നേരത്തെ ആശുപത്രിയിൽ എത്തിച്ചിരുന്നെങ്കിൽ ജീവൻ രക്ഷിക്കാമായിരുന്നുവെന്നും അമ്മ പറഞ്ഞു. ഒരാളെടുത്ത് നോക്കുമ്പോൾ മറ്റേ കുറച്ചെങ്ങനെ ഉണ്ടായിരുന്നു, പക്ഷേ വണ്ടി കിട്ടാണ്ട് കുറച്ച് ബുദ്ധിമുട്ട് ടൈമായി. വിളിച്ചിട്ടായിരുന്നു, വണ്ടികളൊന്നുമില്ല. പിന്നെ ആദ്യം വിളിച്ചപ്പോൾ കിട്ടി, അപ്പോൾ വണ്ടിയില്ല, ഇവിടെ വണ്ടിയില്ലെന്ന് പറഞ്ഞു. പിന്നെ വിളിച്ചപ്പോൾ പരുത്തി പുറത്താണ്, അങ്ങനെയൊക്കെ പറഞ്ഞു. അനിയന്മാർ ബൈക്കും പിന്നെ ഏട്ടൻ്റെ ബൈക്കും ഏട്ടന്മാർ അങ്ങനെ കൊണ്ടുവന്ന് ബൈക്കിലാണ് കൊണ്ടുവന്ന്. വണ്ടിയൊന്നും കിട്ടിയിട്ടില്ല. വലിയവനൊക്കെ അനക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ അമർത്തുമ്പോൾ ശ്വാസമൊക്കെ വിടുന്നുണ്ട്. പിന്നെ ഇങ്ങനെ സംസാരിക്കാൻ ഇങ്ങനെ വായൊക്കെ അനക്കുന്നുണ്ട്, പക്ഷെ സംസാരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ പെട്ടെന്ന് കൊണ്ടുവന്ന് വണ്ടിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു, ചിലപ്പോൾ ജീവനുണ്ടായിരിക്കും ഒരാളെങ്കിലും. പലതവണ അട്ടപ്പാടിയിലെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടും സർക്കാർ അവഗണിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ആരോപിച്ചു. ദൗർഭാഗ്യകരമായ കാര്യം. ഞാൻ തന്നെ അട്ടപ്പാടിയിൽ 2 പ്രാവശ്യം വിസിറ്റ് ചെയ്ത് ഇതെല്ലാം ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. ഗവൺമെന്റ് പറയുന്നത് ഇപ്പോൾ അതീവ ദരിദ്രരില്ലാത്ത സംസ്ഥാനമാണ്. നിങ്ങൾ അട്ടപ്പാടിയിലൊക്കെ ഒന്ന് പോയി കാണാൻ പറയാം മന്ത്രിമാരോട്. അവർക്കൊരു ആക്സസ് പോലും ഇല്ല, ഒരു ആംബുലൻസ് പോലും ഇല്ല. വിളിച്ചാൽ ഒരു ആശുപത്രിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഒരു വാഹനം വിളിച്ചിട്ടാണ് കുഞ്ഞുങ്ങളുടെ ജീവനാണ് നഷ്ടപ്പെട്ടത്. അതിനുള്ള സംവിധാനങ്ങൾ ചെയ്യണ്ടേ, അല്ലാതെ പുറമേനി നടിച്ചുകൊണ്ടുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ. കുടുംബത്തിന്റെ ആരോപണം ഗൗരവത്തിലെടുക്കുമെന്ന് മന്ത്രി എം.പി. രാജേഷ് പ്രതികരിച്ചു. ബോധപൂർവമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കും. അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ കാലപ്പഴക്കം സംഭവിച്ച ITDP വീടുകളിൽ പരിശോധന നടത്തി തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഇതിപ്പോ ITDPയുടെ വീടാണോ തകർന്നു പോകുന്നത്? അങ്ങനെ അത്തരം കാര്യം അത് വളരെ അങ്ങനെയാണെങ്കിൽ അത് പരിശോധിക്കും. അപകടാവസ്ഥയിലുള്ള കെട്ടിടങ്ങൾ, ജീർണിച്ച കെട്ടിടങ്ങൾ ഉണ്ടെങ്കിൽ ആ കാര്യം പരിശോധിച്ച് ആവശ്യമായിട്ടുള്ള നടപടി സ്വീകരിക്കും. ഐഷത്തുൽ ഷംന ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് പാലക്കാട്ട് വിവരങ്ങളുമായി. ഷംന, ഈ അട്ടപ്പാടിയിൽ 2 കുഞ്ഞുങ്ങളുടെ മരണത്തിന് ഇടയാക്കിയ സംഭവം ഇപ്പോൾ ഈ ITDPയുടെ ജീർണിച്ച കെട്ടിടങ്ങൾ പൊളിഞ്ഞു വീണതാണ്. മാത്രമല്ല അപകടം നടന്ന ശേഷം കുട്ടികളെ കൃത്യസമയത്ത് അല്ലെങ്കിൽ വേഗത്തിൽ ആശുപത്രിയിൽ എത്തിക്കാനുള്ള ഒരു ഇടപെടൽ ഉണ്ടായില്ല എന്ന ഒരു ആരോപണം അമ്മ ദേവി ഉന്നയിക്കുന്നുണ്ടല്ലോ. എന്താണ് ഇതിന്റെ നിജസ്ഥിതി? സർക്കാർ ഈ വിഷയത്തെ എങ്ങനെയാണ് കാണുന്നത്? മന്ത്രിമാരുടെ പ്രതികരണങ്ങൾ കണ്ടു. അത് തന്നെയാണ്, അതിദാരുണമായ സംഭവമാണ് ഇന്നലെ അട്ടപ്പാടിയിൽ ഉണ്ടായത്. ഈ വീട് പണി ഏകദേശം 2016 മുതൽ നിർത്തിവെച്ചതായിരുന്നു. അതിനുശേഷം പണി നടന്നിട്ടില്ല. ആൾതാമസമല്ലാത്ത ഈ വീട്ടിൽ കുട്ടികൾ കളിക്കാൻ എത്തിയതിനിടെയാണ് അപകടമുണ്ടാകുന്നത്. 4ഉം 7ഉം വയസ്സുകളുള്ള സഹോദരങ്ങളായ ആദി, അജ്നേഷ് എന്നീ കുട്ടികളും ഒപ്പം തന്നെ ബന്ധുവായ അഭിനയ 6 വയസ്സുകാരിയാണ്. ഈ 3 കുട്ടികളുമാണ് കളിക്കാൻ എത്തിയത്. ഇതിനിടയിലാണ് ഈ കോൺക്രീറ്റ് ഇടിഞ്ഞു വീഴുന്നതും കുട്ടികളുടെ തലയിലൂടെ ഇടിഞ്ഞു വീണു എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ അപകടത്തിൽപ്പെടുന്നതും പിന്നീട് അതിനുശേഷം ഈ കുട്ടികളെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിക്കാൻ കഴിയാത്തതാണ് ഈ മരണത്തിലേക്ക് നയിച്ചത് എന്നാണ് ഈ കുട്ടിയുടെ അമ്മ ഇപ്പോൾ പറയുന്നത്. ഈ പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ എത്തിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഒരു കുട്ടിയുടെയെങ്കിലും ജീവൻ രക്ഷിക്കാമായിരുന്നു എന്നാണ് വേദനയോടെ അമ്മ പറയുന്നത്. കാരണം ഈ കരുവാര ഉന്നതി എന്ന് പറയുന്നത് ഈ ടൗൺ മേഖലയിൽ നിന്ന് ഏകദേശം 20ഓളം കിലോമീറ്റർ അകത്തോട്ടാണ്. അതിൽ തന്നെ 12 കിലോമീറ്റർ വാഹനം ചെല്ലുകയുള്ളൂ. അതിനുശേഷം പിന്നീട് 4 കിലോമീറ്റർ പൂർണ്ണമായും വനമേഖലയാണ്. അങ്ങോട്ട് വലിയ വാഹനങ്ങളൊന്നും പോകാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. ആദ്യഘട്ടത്തിൽ ഇവർ ഈ അധികൃതരെയൊക്കെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും അത് ലഭ്യമായില്ല. ആംബുലൻസ് വിളിക്കാൻ ശ്രമിച്ചപ്പോൾ ലഭ്യമായില്ല. തുടർന്നാണ് പിന്നീട് അടുത്തുള്ള ഒരാളുടെ വാഹനത്തിൽ, ബൈക്കിൽ, ഇരുചക്ര വാഹനത്തിൽ ഈ കുട്ടികളെ കയറ്റി കൊണ്ടുവരുന്നത്. അതിനുശേഷം പിന്നീട് കുറച്ച് ഈ വനംവകുപ്പിന്റെ സ്ഥലത്തെത്തിയതിനു ശേഷമാണ് പിന്നീട് ഈ ഫോറസ്റ്റിന്റെ ജീപ്പിൽ കുട്ടികളെ ആശുപത്രിയിൽ എത്തിക്കുന്നത്. അതിന് പകരം നേരത്തെ തന്നെ ഈ വാഹനങ്ങൾ ലഭ്യമായിരുന്നു എങ്കിൽ ഒരു കുട്ടിയുടെയെങ്കിലും ജീവൻ രക്ഷിക്കാമായിരുന്നു എന്നാണ് അമ്മ പറയുന്നത്. മറ്റൊന്ന്, ഈ ITDP പദ്ധതി പ്രകാരമുള്ള വീടുകൾ, ഇങ്ങനെ നിരവധി വീടുകൾ അട്ടപ്പാടിയിലുണ്ട്. ഇതൊന്നും പണി പൂർത്തിയായിട്ടില്ല. ഇതിനുള്ള ഫണ്ടുകൾ കൃത്യമായി കിട്ടുന്നുണ്ടോ? ഈ ഫണ്ട് ഉപയോഗിച്ച് അവിടെ നിർമ്മാണങ്ങൾ കൃത്യമായി നടക്കുന്നുണ്ടോ? ഇതിനൊക്കെ ഉറപ്പുണ്ടോ എന്ന കാര്യത്തിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഒരു അന്വേഷണവും ഇല്ല എന്ന് ഈ കുട്ടിയുടെ അമ്മയും ഒപ്പം തന്നെ ബന്ധുക്കളും പ്രതിപക്ഷ നിമിഷം ഇപ്പോൾ ഷംനയിലേക്ക് തിരിച്ചു വരാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.